ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നലെ ലക്ഷ്മി, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻ്റായ ലക്ഷ്മി, ഇല്ല എന്ന് പറയുന്ന ലക്ഷ്മി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് സീസൺ 6 നോറ മുസ്കാനെ കുറിച്ച്. അതായത് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനെ പറ്റിയും അത് നോറ കൊടുത്ത കമൻറ്റിൻ്റെ ഉള്ള റിപ്ലൈ ആയിട്ടാണ് ലക്ഷ്മി ഈ വീഡിയോ ഇടുന്നത്. നോറ ഓൾറെഡി അതൊരു 2 വീക്ക് മുന്നേ ഇട്ടൊരു കമൻറ്റാണ്, പക്ഷെ അതിപ്പോഴാണ് ലക്ഷ്മി അത് റിയാക്ട് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ലക്ഷ്മിയുടെ നിലപാട് പല കാര്യങ്ങളിലും ലക്ഷ്മിയോട് വിയോജിപ്പുണ്ട് എങ്കിലും ആ വീഡിയോ കണ്ടപ്പോൾ അത് കറക്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി പേഴ്സണലായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ലക്ഷ്മിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതിൽ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ്ലി ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ സൈഡിൽ വെച്ചേക്കാം. ലക്ഷ്മി, ആദില, നൂറ, റെന, നോറ, പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട്, ബിഗ് ബോസിലെ കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ ആയിട്ട് ഇവൻറ്റ് അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇവൻറ്റിൽ പലരും വ്ളോഗ്സ് എടുക്കും. നമ്മൾ റെനയുടെ ഒക്കെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. വ്ളോഗിനകത്ത് ആദില ലക്ഷ്മി ഇന്ന് സംസാരിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഒരുപാട് മെസ്സേജസ് ലക്ഷ്മിക്ക് വരുന്നുണ്ടായിരുന്നു. ആ മെസ്സേജിൽ ഇവർ രണ്ടിലും ഒന്നിച്ചിരുന്ന ഫ്രെയിമിനെ പറ്റിയുള്ളൊരു മെസ്സേജസ് ആയിരുന്നു. അപ്പം ലക്ഷ്മി ആദിലെ വിളിച്ചിട്ട് ഓൾറെഡി ബിഗ് ബോസിലെ ഫിനാലയിലെ ക്യാരവനിലെടുത്ത ഒരു പിക്ക് ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ കയ്യിൽ. അപ്പോൾ രണ്ടുപേരുടെയും സമ്മതത്തോടെയും കൊളാബായിട്ട് ഇടാനായിട്ട് അതിലെ പറയുകയും രണ്ടുപേരുടെ സമ്മതത്തോടെ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കമൻറ്റ്സ് നോറ ഇട്ടിട്ടുണ്ടായിരുന്നു. ലേശ ഉളുപ്പ്, അതേപോലെ തന്നെ നിലപാടില്ല, നിലവാരമില്ല, നാണമില്ല എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഒരുപാട് കമൻറ്റ്സ് ആയിട്ട്, ഒറ്റ കമൻറ്റ് ആയിട്ടല്ല, ഒരുപാട് കമൻറ്റ്സ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെന്താ, ഇപ്പം ഈ ഫോട്ടോ കണ്ടാൽ കുട്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലേ, കൊളാബ് മാത്രമേ ചെയ്യത്തുള്ളൂ, വീട്ടിൽ കയറ്റത്തില്ലേ, അങ്ങനെ പറഞ്ഞ് കുറച്ച് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊമൻസിൽ ഫസ്റ്റ്ലി ലക്ഷ്മി എനിക്ക് തോന്നുന്നു റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് കാണും. ഇത്തിൽ കണ്ണികളായിട്ടാണ് ലക്ഷ്മി അതിനെ മെയിൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരാളോടൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ലക്ഷ്മിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് കരുതി അവരോട് സംസാരിക്കത്തില്ല എന്നല്ല. അവർ ഹ്യൂമൻ ബീങ്സ് ആണ്. ആ ഒരു കൺസിഡറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കൊടുക്കാറുണ്ട്. സോ അവർ ഹ്യൂമൻ ബീങ്സ് ആണ്, അവരോട് സംസാരിക്കാം, ഫോട്ടോ എടുക്കാം, വ്ളോഗിലിടാം, ഏതെങ്കിലും ഇവൻറ്റിൽ അറ്റൻഡ് ചെയ്യാം എന്ന് കരുതി ലക്ഷ്മിയുടെ നിലപാട് മാറ്റിയിട്ടില്ല. എന്താണോ ലക്ഷ്മി അന്ന് ബിഗ് ബോസിനകത്ത് വെച്ച് പറഞ്ഞതും പുറത്ത് വെച്ച് പറഞ്ഞതും അതേ നിലപാട് തന്നെയാണ് ലക്ഷ്മി ഇപ്പോഴും ഉള്ളത് എന്ന് കരുതി അവരോട് സംസാരിക്കാതിരിക്കുക, ഫ്രണ്ട് ആക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നതിനോട് ലക്ഷ്മി അത് യോജിക്കുന്നില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ലക്ഷ്മി നിലപാടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ആ ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസമോ കാര്യങ്ങളോ കൊണ്ടായിരിക്കും ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മറികടന്നതുകൊണ്ട്, അതായത് നിലപാട് മാറ്റുന്നില്ല ലക്ഷ്മി, പക്ഷേ ലക്ഷ്മിക്ക് അവരോട് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി അവരോട് പോയി വ്ളോഗ് ചെയ്യുന്നു, അവരോട് പോയി സ്വാഭാവികമായിട്ടും പലർക്കും ഒരു ഡൗട്ട് തോന്നാം, എന്താണ് ലക്ഷ്മി കാണിക്കുന്നത് എന്ന് വെച്ചാൽ. അതിനകത്ത് ഭയങ്കര എന്താ പറയുക, നിലപാടിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നല്ലോ, ഇപ്പം വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഉത്സാഹമാണല്ലോ, കൊളാബ് ഇടാൻ ഭയങ്കര ഉത്സാഹമാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. നോറ മാത്രമല്ല, വേറെ കുറച്ച് പലരും അതിനെപ്പറ്റി കുറച്ച് മോശമായിട്ട് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോറയ്ക്ക് കൊടുത്തൊരു മറുപടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നല്ലൊരു മറുപടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് നമ്മുടെ പേഴ്സണൽസ് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പേഴ്സണൽ കാര്യങ്ങളുണ്ട് എന്ന് കരുതി നമ്മുടെ ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് എന്താ പറയുക, ഒരു ഹ്യൂമൻ ബീങ് അല്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ്, അവർക്കും അവരുടേതായ റൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അത് തന്നെയാണ് ലക്ഷ്മി അവിടെ പറയാൻ ശ്രമിച്ചത്. ബിഗ് ബോസ് സീസൺ 6 നോറ, നമുക്കറിയാം നിലപാടില്ല, നിലവാരമില്ല എന്നൊക്കെ പറയുന്ന നോറ അവിടെ എന്താണ് കാണിച്ചിട്ട്. ആക്ച്വലി എനിക്ക് പേഴ്സണലി എനിക്ക് നോറേനെ വലിയ ഇഷ്ടമൊന്നും അല്ല. നോറയുടെ ഗെയിമൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ചുമ്മാ ജാസ്മിൻ്റെ പുറകെ നടന്നും കുറേ ആൾക്കാർ ഇറിറ്റേറ്റ് ചെയ്ത് നടന്ന സ്വഭാവമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നോറയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നോറേനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസ് സീസൺ. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും നോറ കൊടുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഓൾസോ നോറയുടെ ഈ തരത്തിലുള്ള ചിന്താഗതിയും, അത് പല രീതിയിലുള്ള ചിന്താഗതിയും നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെ പല ഇഷ്യൂസിൽ നോറ വന്ന് സംസാരിക്കുന്ന വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴും പറയാറുണ്ട് നിലപാടില്ല, നിലവാരമില്ല, ആർക്കും അങ്ങനെ ഇല്ല, നോറയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് നോറ സംസാരിക്കുന്നത്. സോ ആദില, നൂറ എന്ന് പറയുന്ന 2 വ്യക്തികളെ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് കൊണ്ട് ഫോട്ടോ എടുക്കാം, ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇവൻറ്റിൽ അറ്റൻഡ് ചെയ്യാം, വ്ളോഗിൽ അവർക്ക് ഒരുമിച്ച് നിന്ന് വ്ളോഗ് ചെയ്യാം, പക്ഷേ നിലപാട് മാറ്റുന്നില്ല.
അതായത് ആ ഒരു പേഴ്സൺ, അതായത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണത്, നിലപാടിൻ്റെ കാര്യം എന്ന് പറയുന്നത്. കരുതി ലക്ഷ്മി എവിടെയെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ അവരോട് സംസാരിക്കത്തില്ല, ഞാൻ അവരുടെ ഫോട്ടോ എടുക്കത്തില്ല, ഞാൻ അവരുടെ വ്ളോഗ് ചെയ്തില്ലെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടില്ല. ലക്ഷ്മി പറഞ്ഞ ആ കാര്യം ലക്ഷ്മിയുടെ നിലപാടാണ്. ലക്ഷ്മി അത് മാറ്റില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. അത് ലക്ഷ്മിയുടെ പേഴ്സണൽ ചോയ്സ്, അത് മാറ്റോ മാറ്റാതിരിക്കുക. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല. ലക്ഷ്മിയുടെ ആ ഒരു പേഴ്സണൽ ഇത് കാര്യത്തിലൂടെ എനിക്ക് യോജിപ്പില്ല. അത് എൻ്റെ പേഴ്സണൽ കാര്യം. വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുന്ന ഒരാളോട് ചെന്ന് ഫോട്ടോ എടുക്കുക കാര്യങ്ങളൊക്കെ എനിക്ക് യൂഷ്വലി എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്നത് കുറച്ച് കൂടി പോയി. അല്ലെങ്കിൽ അമ്മ വന്നപ്പോൾ സിറ്റ് ഔട്ട് ഇരിക്കാൻ പറഞ്ഞത് അതും കുറച്ച് കൂടി പോയി. അത് ലക്ഷ്മിയുടെ ഭാഗത്ത്, ലക്ഷ്മിയിൽ നിന്ന് നോക്കുമ്പോൾ ലക്ഷ്മിക്ക് അത് ശരിയായിട്ട് തോന്നും, പക്ഷെ പല ആൾക്കാർക്കും അത് തെറ്റായിട്ടും തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ലക്ഷ്മിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു എന്നാൽ എനിക്ക് ആ ഒരു ടൈമിലുള്ള ലക്ഷ്മി അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ചൂസ് ചെയ്യുക, അവരോട് മിണ്ടാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഓപ്പണായിട്ട് മുഖത്തടിച്ച് പറയുകയും അമ്മ വന്നപ്പോൾ അത് പറഞ്ഞതൊക്കെ മോശമായി പോയത് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ്. ഇതായിരുന്നു നോറ മുസ്കയ്ക്കുള്ള മറുപടി. പക്ഷേ ആ മറുപടി കൊള്ളാമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. രണ്ട് തരത്തിൽ അതിനെ നമുക്ക് പറയാം. അതായത് ഒരു നിലപാടിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആൾക്കാരോട് ഫ്രണ്ട് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുകയോ ഒരു വ്ളോഗിൽ കാണുന്ന ഒന്നും ഒരു തെറ്റല്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിലേക്ക് കുഴപ്പമില്ല, ലക്ഷ്മിക്ക് കുഴപ്പമില്ല. പിന്നെ മൂന്നാമതൊരാളായ നോറയ്ക്ക് ആ ഒരു കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല എന്ന് ലക്ഷ്മി അതിൽ പറയുന്നുണ്ട്. അതിലേക്ക് കുഴപ്പമില്ല, ലക്ഷ്മിക്ക് കുഴപ്പമില്ല. ദെൻ വൈ ഒരു തേർഡ് പേഴ്സൺ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യണം? ബിക്കോസ് നോറ എത്ര ഫ്രണ്ട് ആയതുകൊണ്ടാവാം, മാതുല നൂറയുടെ അത്രയും നല്ല ഫ്രണ്ട് ആയതിപ്പം ഇത് കണ്ടപ്പോൾ പിടിച്ചു കാണത്തില്ല. അത് വേറൊരിത്, അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സംഭവമായിരിക്കാം. സോ എനിവേ എനിക്ക് പറയാനുള്ളത്, എന്താ പറയുക, ലക്ഷ്മി പറഞ്ഞ പോലെ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. പേഴ്സണൽ കാര്യമാണ്. മറ്റൊരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണോ, മറ്റൊരാൾക്ക് നമ്മൾ പ്ലേസ് നമ്മുടെ ഹാർട്ടിൽ കൊടുക്കണോ എന്നുള്ള ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ ഒരാൾ തേർഡ് പേഴ്സൺ വന്ന് കിടന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് യാതൊരു ആവശ്യമില്ല. എനിവേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.